നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി അഭിഷേക് നായർ, 36 വയസ്സ്, പൂരാടം നക്ഷത്രം, 5'3" ഹൈറ്റ്, 65 kg വെയിറ്റ്. ബിടെക് വിനായക മിഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിടെക് പാസ്സായിരിക്കുന്നത്. ടെക്നിക്കൽ ലീഡായിട്ട് പ്രശസ്തമായ ഒരു IT കമ്പനിയിൽ അഹമ്മദാബാദിലാണ് വർക്ക് ചെയ്യുന്നത്. സാലറി 25 ലക്ഷം പെർ ആനം. പരമേശ്വരൻ നായർ അച്ഛൻ, അമ്മ സുഷമ നായർ, ബ്രദർ അനുരാഗ് നായർ. ഇവര് അഹമ്മദാബാദിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരു എന്താ പറയുക, വെജിറ്റേറിയൻ ആണ്. അതൊന്ന് എടുത്തു പറഞ്ഞാൽ നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ആ ഒരു വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ബോംബെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അഭിഷേക് നായരെ കുറിച്ച് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. അഭിഷേക് നായർ, പൂരാടം നക്ഷത്രം, 5'3" ഹൈറ്റ്, 65 kg വെയിറ്റ്. ബിടെക് വിനായക മിഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. ഇപ്പൊ ടെക്നിക്കൽ ലീഡായിട്ട് ഒരു പ്രശസ്തമായ IT കമ്പനിയിൽ അഹമ്മദാബാദിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ സ്വദേശം എറണാകുളമാണ്. പക്ഷെ ഇവർ വർഷങ്ങളായിട്ട് അഹമ്മദാബാദിൽ തന്നെ സെറ്റിൽ ചെയ്തിരിക്കുന്നവരാണ്. ഈ കുട്ടിയുടെ സാലറി പറഞ്ഞിട്ടുണ്ട്, 25 ലക്ഷം രൂപ സാലറി കാട്ടിയിട്ടുണ്ട്. അച്ഛൻ പരമേശ്വരൻ നായർ, അമ്മ സുഷമ നായർ, ബ്രദർ അനുരാഗ് നായർ. താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹപ്രായമെത്തിയ കുട്ടികൾ വീട്ടിൽ ഉണ്ടെങ്കിൽ പൊതുവെ കാണുന്നത് അച്ഛനമ്മമാർക്ക് കുറച്ച് ടെൻഷനാണ്. ഇവരുടെ വിവാഹം ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ നോക്കണം, എന്തൊക്കെ ചെയ്യണം, ആകെ എല്ലാ കാര്യത്തിലും ഒരു ടെൻഷനാണ്. പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എങ്ങനെ നമുക്ക് ടെൻഷൻ ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന്, ഏത് കുട്ടിക്കാണ് അല്ലെങ്കിൽ മകള് ആർക്കോ ആണോ വിവാഹം നോക്കുന്നത് എങ്കിൽ ആ കുട്ടിയുമായി അച്ഛനമ്മമാർ നന്നായിട്ടൊന്ന് സംസാരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ മൊത്തം കേൾക്കുക. പല കാര്യങ്ങളും അവർക്ക് പറയാനുണ്ടാവും. ജോലി ഇന്നത് വേണം, ഇന്ന ക്വാളിഫിക്കേഷനെങ്കിലും ആയിരിക്കണം, ഹൈറ്റ്, വെയിറ്റ്, ലൊക്കേഷൻ, ഈ വക പല കാര്യങ്ങളും അവർക്ക് പറയാനുണ്ടാവും. എല്ലാം 100% മാച്ച് ആവില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ അത് കേട്ടിരിക്കണം. അതായത് അച്ഛനമ്മമാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ, തറവാട്ടിൽ, ഇത് ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. കുടുംബത്തിൽ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ, വെളുത്തങ്കാവ്, ഇങ്ങനെയൊക്കെയുള്ള വല്ല ദൈവിക സാന്നിധ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പ്രാർത്ഥിക്കുക. നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. അടുത്ത സ്റ്റെപ്പ്, ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ഈ പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ജാതകത്തിനെ പറ്റി വല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാതിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, ജോബ് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, സാലറി കൃത്യമായിട്ട് എഴുതുക. മെഡിസിൻ വല്ലതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നുമില്ലെങ്കിൽ പ്രൊഫൈൽ എഴുതാം, അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയണം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ള എല്ലാ കാര്യവും ഉണ്ടാവും, പേര്, ഹോറോസ്കോപ്പ്, അതായത് നാള്, സ്റ്റാർ എന്താണെന്നുണ്ടാവും, ഹൈറ്റ്, വെയിറ്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അച്ഛൻ്റെ ജോലി എന്തായിരുന്നു, അമ്മയുടെ ജോലി എന്തായിരുന്നു, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും വെക്കുന്ന സമയത്ത്
കൃത്യമായിട്ട് ഈ കാര്യങ്ങളും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കൂടെ അതിൽ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കൽ ഒരു ബുദ്ധിമുട്ടാണ്. പൊതുവെ എല്ലാവരും നല്ല മാട്രിമോണിയൽ സൈറ്റുകൾ തന്നെയാണ്, അവരാരും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് യോജിച്ച പ്രൊഫൈൽ കിട്ടാത്തത് കൊണ്ട് അവർ തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവ ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചോദിക്കുക, ഏകദേശം എത്ര പ്രൊഫൈൽ കിട്ടും. കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു അപ്രോക്സിമേറ്റ് ചോദിക്കുക, എത്ര രൂപയാണ് നിങ്ങളുടെ ചാർജ്, വിവാഹം ശരിയായി കഴിഞ്ഞാൽ എത്ര രൂപ നിങ്ങൾ വാങ്ങിക്കും, എന്തൊക്കെയാണ് നിങ്ങൾ ഈ രജിസ്ട്രേഷൻ സമയത്ത് തരുന്ന പൈസയ്ക്ക് നിങ്ങൾ എന്തൊക്കെ സർവീസുകളാണ് തരിക, കൃത്യമായിട്ടെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുക. കാരണം ഒരു വഴക്കോ ബഹളത്തിനോ പോവരുത്. വിവാഹം പെട്ടെന്ന് അങ്ങ് ശരിയായി കഴിഞ്ഞാൽ ഇത്ര പൈസ അന്ന് പറഞ്ഞു, ഇത്ര പൈസ ഇന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു ബഹളം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇത് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. അത് ചോദിക്കണം. വിവാഹത്തിൻ്റെ ഓരോ സ്റ്റെപ്പും ഒരു ടെൻഷനും ഇല്ലാതെ മുന്നോട്ട് പോകണം. അങ്ങനെ ഈ മാട്രിമോണിയൽ ആളുകൾ നിങ്ങൾക്ക് പ്രൊഫൈലുകൾ അയച്ചു തരും. പ്രൊഫൈലുകൾ അയച്ചു തരാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രൊഫൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മകൾക്ക് കാട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ മകന് കാട്ടിക്കൊടുക്കുക, അവർക്ക് ഫോട്ടോയും കാട്ടിക്കൊടുക്കുക. ഇതെല്ലാം കാട്ടിക്കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ചിലപ്പോൾ ഇത് വേണ്ട, നോക്കണ്ട, ചിലപ്പോൾ പറയും അത് നോക്കാം. ഇത് നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൺകുട്ടിയുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരെയോ വിളിച്ച് സംസാരിക്കുക. ഫോട്ടോ മസ്റ്റായിട്ട് കാണണം. ഫോട്ടോ കണ്ട് എല്ലാം ഓക്കെയാണ്, ജാതകവും ഓക്കെയായി. ജാതകം നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ജ്യോത്സ്യം നിങ്ങളോട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോ എന്നും വിചാരിക്കണ്ട. 3, 4, 5 ജ്യോത്സ്യരുടെ അടുത്തെങ്കിലും പോകണം. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. കൃത്യമായിട്ട് അത് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ നോക്കാതിരിക്കുക. ജാതകവും ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവര് കുട്ടികൾ തമ്മിൽ, അതായത് നമ്മൾ പറയും ജാതകം ഓക്കെ ആയി, ഇപ്പം ഇനി പെണ്ണ് കാണൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും പെണ്ണ് കാണൽ ചടങ്ങിന് വരട്ടെ എന്നൊക്കെ ചോദിക്കും. ഒരു കാരണവശാലും ചാടിക്കേറി ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോകരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. കഴിയാവുന്നത്ര ദിവസം, അതായത് ഒരു 5 ദിവസം, 10 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച കുട്ടികൾ തമ്മിൽ വാട്സാപ്പ് ചാറ്റിൽ കൂടെയോ ഫോണിൽ കൂടെയോ ഒന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംഫർട്ട് സോണിൽ എത്തുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം. പുറത്ത് വെച്ച് കണ്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് സംസാരിക്കുക. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കണം. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവരുടെ എഡ്യൂക്കേഷൻ എന്താണ്, അവരുടെ ജോലി എന്തായിരുന്നു, ഇതെല്ലാം പറയണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും എഡ്യൂക്കേഷനെ പറ്റി നന്നായിട്ട് ഡിസ്കസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തണം. നാലാമത്തെ കാര്യം, അമിതമായ ലോണുകൾ, ബാങ്കിങ് ലോൺസ്, EMI എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നല്ലൊരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിന് പോകാവൂ. ഇല്ലെങ്കിൽ എന്താ പറ്റിയ, ഇപ്പോൾ ചാടിക്കയറി പെണ്ണ് കാണൽ ചടങ്ങിന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന്, ഇപ്പോൾ ഒരു ആൺകുട്ടി പെൺകുട്ടി കാണാൻ പോകുന്നു, പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുകയാണ്, അയ്യോ ഇത് ഞങ്ങൾക്ക് ശരിയാവില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു തമാശയായിട്ട് കാണരുത്. നിങ്ങൾ ആ ആൺകുട്ടി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാവും. എന്തുകൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ കാണാനും നല്ല ഭംഗിയാണ്, എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല ജോലിയുണ്ട്, പക്ഷെ ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഒരു വല്ലാത്ത അവസ്ഥയാണത്. ഇനി നേരെ തിരിച്ചാണ്, പെൺകുട്ടിക്ക് ഓക്കെയാണ്, ആൺകുട്ടി നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ തന്നെയാണ് അവിടെ സംഭവിക്കുക. അപ്പൊ കഴിയുന്നതും ആളുകളെ ടെൻഷൻ അടിപ്പിക്കുകയല്ല വേണ്ടത്. ആ പഴയ കാലമല്ല നമ്മളുടെ ഇന്നത്തെ കാലം. പുറത്ത് വെച്ച് കാണുക, അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. ഒരു ഏകദേശമൊക്കെ ഒരു 99% ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ ആ ചടങ്ങ് നടത്താവൂ. അല്ലാതെ അതൊരു ബോറൻ പരിപാടിയാണെന്ന് അവർക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ
ദാമ്പത്യ ബന്ധം, അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫൊക്കെ വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈ വക കാര്യങ്ങളൊക്കെ. എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.